ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് കിരീടം ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ചാമ്പ്യൻസ് ഓഫ് ദി വേൾഡ് ആയതിൻ്റെ ടാക്ടിക്കൽ അനാലിസിസ് സംഭവമൊക്കെ ഇന്നലെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ കൂടെ തന്നെ അത് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഇനീഷ്യൽ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്താ പറയുക, എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് ഇന്നലെ. ഇന്നലത്തെ ആ വീഡിയോ തന്നെ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര പൂർണ്ണമായിട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കട്ടുകൾ അതിൽ വന്നിട്ടുണ്ട്. അതെന്താ സംഭവം, ഇന്നലെ ഞാൻ ദുബായിക്ക് തിരിച്ചു വരുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ തന്നെ ഇന്നലെ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ആ വീഡിയോ എടുക്കാനിരിക്കും. അപ്പോൾ വീഡിയോ എടുക്കാനിരിക്കുമ്പോൾ ഓരോ സമയം ആരെങ്കിലുമൊക്കെ വന്ന് ഡിസ്റ്റർബ് ചെയ്യും. അങ്ങനെ പോസ് ചെയ്യേണ്ടി വരും. വീണ്ടും അത് റെസ്യൂം ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഒരു വിധത്തിലാണ് ഇന്നലെ ആ വീഡിയോ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ട് ബാക്കി ആ ഒരു ടാക്ടിക്കൽ അനാലിസിസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഗോളുകൾ വന്ന വഴിയെക്കുറിച്ച് ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി അപ്ലോഡ് ചെയ്താൽ മതിയല്ലോ, എഡിറ്റ് ചെയ്തിട്ടെന്ന് വിചാരിച്ചപ്പോൾ എന്താണ് അതിൽ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കട്ടായി പോയിട്ടുണ്ട്. മൈക്ക് ചില സാഹചര്യങ്ങളൊന്നും വെക്കാൻ മറന്നു പോയിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഷർട്ടിൻ്റെ ബാക്കിൽ വെച്ചിട്ട് പര സൗണ്ട് അടിക്കുകയൊക്കെ. അപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി അത് കണ്ടപ്പോൾ. കാരണം ഇന്നലെ അത്രയും ധൃതിയിൽ എടിപിടിയിൽ ആ രീതിയിൽ ആ ഒരു വീഡിയോ ചെയ്തു വെച്ചതായിരുന്നു. പക്ഷേ അതിനിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ക്വാളിറ്റി വളരെ മോശമാണ്. ഇടയ്ക്ക് വെച്ചിട്ട് സൗണ്ടൊന്നും ഇല്ലാണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താണ്, വിഷമമായി. അപ്പോൾ ഇനി വീണ്ടും എടുക്കണം. അപ്പോൾ അത് എടുക്കാനൊരു സമയം ഇന്ന് കിട്ടിയില്ല. ജോലിക്ക് കയറിയിട്ടുള്ള ദിവസമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിനിടയിൽ നമുക്കിനി കുറച്ച് ട്രാൻസ്ഫർ സോറുകൾ സംസാരിക്കാം. മറ്റേത് നാളെ സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ട്രാൻസ്ഫർ സോറുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിവർപൂൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയാണല്ലോ കാര്യങ്ങൾ. ഉഷാറായിട്ട് പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാർത്തകളും വരുന്നുണ്ടല്ലോ. എന്താണ് അതായത് അലക്സാണ്ടർ ഇസാക്കിനെ ലിവർപൂൾ കാര്യമായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഓൺസ്റ്റൈനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു വല്ലാത്തൊരു വാർത്തയാണ്. കാരണം വെച്ചാൽ ലിവർപൂൾ ഈ ഒരു വിൻഡോയിൽ സോഫാർ ഇൻക്രെഡിബിൾ ബിസിനസ്സാണ് ചെയ്തിട്ടുള്ളത്. അതായത് പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായതിനു ശേഷം അവർ ശരിക്കും സ്ട്രെങ്തൻ ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നു. അതൊരു ശരിയായ തീരുമാനമാണ്. കാരണം കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിലൊന്നും അവർ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇറ്റ് വാസ് അബൌട്ട് ടൈം അവർ മാർക്കറ്റിൽ ഇറങ്ങി കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ FSG പണിയെടുക്കുന്നു, റിച്ചാർഡ് ഹ്യൂഗ്സ് പണിയെടുക്കുന്നു, മൈക്കൽ എഡ്വേർഡ്സ് വല്ലാത്തൊരു മനുഷ്യനാണ്. ആൾ കൃത്യമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഫ്രിംപോങ്ങിനെ സൈൻ ചെയ്യുന്നു, കെർക്കസിനെ സൈൻ ചെയ്യുന്നു. ആ രീതിയിൽ ഫുൾ ബാക്ക് ഏരിയയിൽ അവർ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുന്നു. അതിന് ഫ്രിംപോങ്ങിനെ സംബന്ധിച്ചോളം ഈവൻ ആ റൈറ്റ് വിങ്ങിലും കളിക്കാൻ പറ്റും. സലയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ റെസ്റ്റ് കൊടുക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണെന്നുള്ള കാര്യം പറയണം. പേസ് നല്ല രീതിയിലുള്ളൊരു പ്ലെയറാണ്. ഇവിടെ വന്ന് ഹിറ്റാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുള്ളതാണ്. പക്ഷേ എന്തായാലും നല്ല സൈനിങ്ങാണ്. അതോടൊപ്പം തന്നെ ഫ്ലോറിയാൻ വേർട്സ് എന്ന് പറയുന്ന ജനറേഷണൽ ജർമ്മൻ ടാലൻറ്റിനെ റെക്കോർഡ് തുക കൊടുത്തുകൊണ്ട് ലിവർപൂൾ കൊണ്ടുവന്നിരിക്കുകയാണ്. 100 million pounds ഇനീഷ്യൽ ഫീ പ്ലസ് 60 million pounds ആഡ് ഓൺസ് അടങ്ങുന്ന രീതിയിലാണ് ആ സൈനിങ് നടത്തിയത്. അതൊക്കെ എന്താണ് ലിവർപൂൾ ഫാൻസിനെ സംബന്ധിച്ചോളം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനിങ്ങളാണ്. അതോടൊപ്പം ഇപ്പോൾ ഇസാക്കിനെ കൂടി നോട്ടമിടുന്നതാണ്. ഇതിനിടയിൽ ജോട്ടയുടെ ആ ഒരു മരണം എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അത് മൊത്തത്തിൽ ലിവർപൂൾ ആരാധകരെ പിന്നെ അലട്ടിയിട്ടുണ്ട്. അത് ലിവർപൂൾ ആരാധകരെ മാത്രം അലട്ടിയിട്ടുള്ളൊരു സംഭവമല്ല, എല്ലാവരുടെയും ഉള്ളിലൊരു വിങ്ങലുണ്ടാക്കിയിട്ടുള്ളൊരു പിന്നെ മരണമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഫുട്ബോളിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്ന് കൺസിഡർ ചെയ്യുമ്പോഴും ഒബ്വിയസ്ലി എന്താണ് ബിസിനസ് ആസ് യൂഷ്വൽ എന്നുള്ള രീതിയിൽ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന രീതിയിൽ ഫുട്ബോൾ ലിവർപൂളിൽ നടക്കേണ്ടതായിട്ടുണ്ട്. പ്രീ സീസൺ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രാൻസ്ഫർ ഡീലിങ്ങൾ നടത്തണം. അപ്പോൾ എന്തായാലും അവർക്ക് അറ്റാക്കിംഗ് ഏരിയയിൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ട്. അവരൊരു നമ്പർ 9 എന്തായാലും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോട്ടയുടെ മരണം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ വേറെയും ഏരിയകളിൽ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തേണ്ടി വരുമ്പോൾ ഡാർവിൻ ന്യൂനസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മിക്കവാറും അവിടെ നിന്ന് പോകാനാണ് സാധ്യതയുള്ളത്. ഡാർവിൻ ന്യൂനസ് നല്ല രീതിയിൽ എഫേർട്ടൊക്കെ ഇട്ട് കളിക്കുന്ന ഒരു ചെങ്ങായിയാണ്. പക്ഷേ എന്താണ് കാര്യമായിട്ടുള്ള ഔട്ട്പുട്ട് ഇല്ല. എഫേർട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ആകെ 7 ഗോൾ എങ്ങനെയാണ് കഴിഞ്ഞ സീസണിൽ ഓൾ കോമ്പറ്റീഷൻസിൽ അടിച്ചിട്ടുള്ളൂ. 40+ മത്സരങ്ങൾ കളിച്ചിട്ട് അത് പോരാ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഡാർവിൻ ന്യൂനസ് എങ്ങോട്ടേക്ക് പോകുന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. സൗദി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ചങ്ങായിക്ക് സൗദിയിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് നിലവിൽ കേൾക്കുന്നത്. നാപ്പോളി ഇൻട്രസ്റ്റഡ് ആണ്. എന്തായാലും അവിടെ നിന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒടുവിൽ ഇനി സൗദിയിലേക്ക് തന്നെ പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ്. അപ്പോൾ ഡാർവിൻ ന്യൂനസ് പോകും, ലൂയിസ് ഡിയാസ് പോകാനുള്ള സാധ്യത വലിയ തോതിൽ കാണുന്നുണ്ട്. ലിവർപൂൾ ചങ്ങായി നോട്ട് ഫോർ സെയിൽ എന്നുള്ള തരത്തിലാണ് പറയുന്നതെങ്കിൽ പോലും ഇപ്പോൾ ബയർ മ്യൂണിക്ക് ബിഡ് വെച്ചു. ഡേവിഡ് ഓൺസ്റ്റൈൻ ഒരു ബോംബ് പൊട്ടിച്ചതായിരുന്നു. 67 million euros ബിഡാണ് ലിവർപൂളിന് മുമ്പിലേക്ക് ബയർ മ്യൂണിക്ക് വെച്ചത്. പക്ഷേ അത് ഉടനെ തന്നെ ലിവർപൂൾ റിജക്റ്റ് ചെയ്യുകയും ലിവർപൂളിൻ്റെ ഭാഗത്തു നിന്ന് അവർ കൊടുത്ത മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ
100 മില്യൺ യൂറോസ് ആണ് വാല്യൂ ചെയ്യുന്നതാണ്. ഇവിടെ പ്ലെയറെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് പോകാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്നാണ്. 2022 ജനുവരിയിലാണ് പോർട്ടോയിൽ നിന്നും 50 മില്യൺ പൗണ്ട്സ് അടങ്ങുന്ന ഫുൾ പാക്കേജിൽ അങ്ങോട്ടേക്ക് ചെങ്ങായി എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ വന്നതിന് ശേഷം മോശമില്ലാത്ത രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ആർണെ സ്ലോട്ടിൻ്റെ കീഴിൽ ഈവൻ ഫോൾസ് നൈനായിട്ടും പിന്നെ ലൂയിസ് ഡിയാസ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഗോളുകൾ പ്രൊവൈഡ് ചെയ്തൊരു സീസണായിരുന്നു കഴിഞ്ഞ സീസൺ. ഓൾ കോമ്പറ്റീഷനിൽ 17 ഗോൾ കോൺട്രിബ്യൂഷനൊക്കെ അദ്ദേഹം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ 28 വയസ്സുണ്ട്. ലിവർപൂൾ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം 2027 വരെ ചങ്ങയുടെ കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് വിൽക്കേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വിൽക്കാതിരിക്കാൻ പറ്റും. പക്ഷേ ഒരു അൺഹാപ്പി പ്ലെയറിനെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണോ എന്നുള്ള മറ്റൊരു ചോദ്യമാണ്. ഇവിടെ വേറെ സംഭവമുള്ളത്, ഈ കൊളംബിയൻ ചെങ്ങായി ഒരു പ്രൊഫഷണലാണ്. വല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല, ഈവൻ ദോ ഇനിയിപ്പോൾ ഒരു ഡീൽ നടന്നില്ലെങ്കിലും. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം, അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ്, നല്ലൊരു തുക കിട്ടി കഴിഞ്ഞാൽ വിൽക്കുന്നതായിരിക്കും ലിവർപൂൾ സംബന്ധിച്ചിടത്തോളം നല്ലതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇവിടെ ആൾ ഒരു വാല്യൂ ആഡ് ചെയ്യുന്ന തരത്തിലൊരു പ്ലെയർ തന്നെയാണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, അൺഹാപ്പി ആയിട്ടുള്ളൊരു ഒരു പ്ലെയറായിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കില്ല. മാത്രമല്ല, അങ്ങനെ ഇപ്പോൾ ലൂയിസ് ഡിയാസ് പോവുകയാണെങ്കിൽ അലക്സാണ്ടർ ഇസാക്കിനെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു ഇൻക്രെഡിബിൾ ബിസിനസ് ആയിരിക്കും. ശരിയാണ്, ഇസാക്ക് ഒരു ലെഫ്റ്റ് വിങ്ങർ അല്ല, പക്ഷേ ഒരു വേൾഡ് ക്ലാസ് ഫോർവേഡാണ് ഇസാക്ക്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു ഡ്രീം സൈനിങ് ആണ് ലിവർപൂൾ സംബന്ധിച്ചിടത്തോളം അലക്സാണ്ടർ ഇസാക്ക് എന്ന് പറഞ്ഞ സ്വീഡിഷ് സൂപ്പർ സ്റ്റാർ. കോഡി ഗാക്പോ ഇപ്പോഴും അവിടെ ഉണ്ട്. പുള്ളിക്കാർ ലെഫ്റ്റ് സൈഡിൽ കളിക്കാൻ പറ്റും. ഒരു ലെഫ്റ്റ് സൈഡഡ് പ്ലെയറിനെ കൂടി ആഡ് ചെയ്യേണ്ടി വരുമോ, അഥവാ ഇനി ലൂയിസ് ഡിയാസ് പോയാലെന്നുള്ളതായിരിക്കും ലിവർപൂൾ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനുള്ളൊരു കാര്യം. ഓൾറെഡി ഒരു 9 അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൂയിസ് ഡിയാസ് കൂടി പോയി കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ കൂടി മറ്റൊരു പ്ലെയറിനെ കൂടി ആഡ് ചെയ്യേണ്ട ഒരു ദൗത്യം ഉണ്ടായിരിക്കും. അപ്പോൾ അത് അഗെയിൻ എന്താണ്, കാര്യങ്ങൾ പിന്നെ ടീഡിയസ് ആക്കിയുള്ളൂ ലിവർപൂൾ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം. കൂടുതൽ ഏരിയകളിൽ കൂടുതൽ പ്ലെയേഴ്സിനെ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്ലെയർ ഇനിയിപ്പോൾ പോകാൻ താല്പര്യം കാണിക്കുകയാണെങ്കിൽ റൈറ്റ് എമൗണ്ട് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ബാൻമണിക്ക് അവരുടെ ഓഫർ ഒരു 80 മില്യൺ പൗണ്ടൊക്കെ ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 75 മില്യൺ പൗണ്ടൊക്കെ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ലിവർപൂൾ കൺസിഡർ ചെയ്തിരിക്കും അടുത്ത വർഷം മുതൽ അദ്ദേഹത്തിൻ്റെ ഒബ്വിയസ്ലി ആ ഒരു വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. കാരണം 28 വയസ്സായി, 29 ആകുമ്പോൾ 30 ആകുമ്പോഴേക്കും വാല്യൂ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ അതുകൂടി ലിവർപൂൾ കൺസിഡർ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജെയിംസ് പിയേഴ്സൊക്കെ ഈ ഒരു ആർട്ടിക്കിൾ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ബിഡ് റിജക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്, നോട്ട് ഫോർ സെയിൽ എന്നുള്ള കാര്യം പറയാം, 100 മില്യൺ യൂറോസ് ആണ് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് പറയാം. പക്ഷേ നല്ലൊരു ബിഡുമായിട്ട് വന്നു കഴിഞ്ഞാൽ, ഇംപ്രൂവ്ഡ് ബിഡുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല എന്നാണ്. അപ്പോൾ സൗദിയിൽ നിന്നൊക്കെ ലിവർപൂൾ വിചാരിക്കുന്ന തരത്തിലുള്ള തുക കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്നു. പക്ഷേ ലൂയിസ് ഡിയാസിനെ സംബന്ധിച്ചോളം അങ്ങോട്ടേക്ക് പോകാൻ നിലവിൽ താല്പര്യമില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട സംഭവം, ബയൺ മ്യൂണിക്ക് ഇപ്പോൾ ലെറോയ് സാനൊക്കെ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ അവർ ലൂയിസ് ഡിയാസിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇത് ബയൺ മ്യൂണിക്ക് ആരാധകർക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന നല്ല തുക കൊടുക്കാൻ അവർ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ബിഡ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ എന്നുള്ളത് കണ്ടറിയാം. ഇനി ബാക്ക് ടു ഇസാക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇസാക്ക് ഒരു വല്ലാത്തൊരു സൈനിങ് ആയിരിക്കും. അപ്പോൾ ലിവർപൂൾ സംബന്ധിച്ചിടത്തോളം ഇസാക്കിനെ കൊണ്ടുവരണമെങ്കിൽ എന്തായാലും അവരിപ്പോൾ ഫ്ലോറിയാൻ വേർഡ്സ് സൈനിങ്ങിൽ നടത്തിയിട്ടുള്ള ആ ഒരു പൈസയേക്കാൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. കാരണം ന്യൂകാസിൽ യുണൈറ്റഡ് എന്തായാലും ഡിമാൻഡ് ചെയ്യും, 150 മില്യൺ പൗണ്ടെങ്കിലും ഡിമാൻഡ് ചെയ്യും. ലിവർപൂൾ ഇപ്പോൾ ഡേവിഡ് ഓൺസ്റ്റൈൻ പറയുന്ന റിപ്പോർട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ, ക്ലബ് ടു ക്ലബ് ടോക്സ് ആരംഭിച്ചു തുടങ്ങിയതാണ്. ഫോമൽ ബിഡോ കാര്യങ്ങളോ വെച്ചിട്ടില്ല. ഒരു 120 മില്യൺ പൗണ്ട് തന്ന പ്ലെയറിനെ ഇങ്ങോട്ട് തരുമോ എന്നുള്ള തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് ലിവർപൂൾ. ന്യൂകാസിൽ യുണൈറ്റഡ് അവരുടെ സ്റ്റാൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്, പ്ലെയർ നോട്ട് ഫോർ സെയിൽ എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള സംഭവം. ഇതോടൊപ്പം തന്നെ ന്യൂകാസിൽ യുണൈറ്റഡ് ആണെങ്കിൽ എക്കിറ്റയ്ക്ക് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് 75 മില്യൺ യൂറോസിൻ്റെ ബിഡാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. അതും ഓൺസ്റ്റൈൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇനിയിപ്പോൾ ഫാബ്രിസ് റൊമാനോ മറ്റൊരു സംഭവം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നെങ്കിൽ ഇസാക്കിൻ്റെ ബിഡ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ എക്കിറ്റയ്ക്ക് സൈൻ ചെയ്യും എന്നുള്ള തരത്തിലുള്ള ഒരു സംഭവമാണ് അത്ര ലിവർപൂളിൻ്റെ ആംഗിൾ ഈ ഒരു കാര്യത്തിലുള്ളതാണ്. ഇവിടെ ന്യൂകാസിനെ സംബന്ധിച്ചോളം അവർ നല്ല അംബീഷനും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു വിൻഡോയിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ എന്താണ് ഇസാക്ക് ഉള്ളപ്പോൾ തന്നെ എക്കിറ്റയ്ക്ക് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അവിടെ ഒസൂല എന്ന് പറയുന്ന മറ്റൊരു ചങ്ങായി മാത്രമേ സ്ട്രൈക്കറായിട്ടുള്ളൂ. ആളൊരു ഇൻഎക്സ്പീരിയൻസ് പ്ലെയറാണ്. കലമിൽസലിനൊക്കെ അവിടെ നിന്ന് പോയി എന്നുള്ള കാര്യം ഓർക്കണം, ഫ്രീ ട്രാൻസ്ഫറിൽ. അപ്പോൾ ന്യൂകാസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താണ് എക്കിറ്റയ്ക്ക് സൈൻ ചെയ്ത് ഇസാക്കിനെ വിട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം ആ ഒരു ഏരിയയിൽ സ്ട്രെങ്ത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇനിയിപ്പോൾ അഥവാ എക്കിറ്റയ്ക്ക് സൈൻ ചെയ്തു, ഇസാക്ക് അവിടെ നിന്നു, ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിപ്പിക്കാനുള്ള ഒരു സിസ്റ്റം ആണോ നിലവിൽ എഡി ഹാവ് യൂസ് ചെയ്യുന്നതാണ്. നിലവിൽ ഒരു 4-3-3 ആണ് യൂസ് ചെയ്യുന്നത്, ഒരു സിംഗിൾ ഫോർവേഡിനെ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഇടയ്ക്ക് വെച്ചൊരു 3 at the back സിസ്റ്റമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എഡി ഹാവ്. അവരുടെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു മിഡ്ഫീൽഡിലുള്ള
വാരിയർമാരാണ്. ജോലിൻറ്റർ ആണെങ്കിലും ബ്രൂണോജി ആണെങ്കിലും ടൊനാലി ആണെങ്കിലും അസാധ്യമായിട്ട് നല്ല കോമ്പിനേഷനിൽ കളിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 സ്ട്രൈക്കർ ഫോർമേഷനിൽ കളിക്കണമെങ്കിൽ ഇപ്പോൾ എക്കിത്തിക്കയും ഇസാക്കിനെയും ഒരുമിച്ച് കളിപ്പിക്കണമെങ്കിൽ ഫോർമേഷൻ ചേഞ്ച് വരുത്തേണ്ടി വരും. 4-4-2 കളിപ്പിക്കേണ്ടി വരും. ആ 4-4-2 കളിക്കുമ്പോൾ എന്താണ് ഫ്ലൈയിങ് വിങ്ങേഴ്സ് ഉണ്ട്. ഗോർഡൻ ആണെങ്കിൽ ഇപ്പോൾ എലാങ്ക പുതിയ സൈനിങ് വന്നിട്ടുണ്ട്. 2 കിടിലൻ പിന്നെ ഫ്ലൈയിങ് വിങ്ങേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ 2 കിടിലൻ സ്ട്രൈക്കർമാരെ ആഡ് ചെയ്യുകയും ബ്രൂണോജിയും ടൊനാലിയും മിഡ്ഫീൽഡ് കളിക്കുമ്പോൾ ആ മിഡ്ഫീൽഡ് ഔട്ട് നമ്പർ ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ രീതിയിലുള്ള ടാക്ടിക്കൽ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെങ്ങനെ കൗണ്ടർ ചെയ്യുന്നതാണ്. പിന്നെ ഒരു 3-5-2 കളിപ്പിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എന്താണ് എലാങ്ക ഗോർഡൻ വിങ് ബാക്കുകളായിട്ട് കളിക്കേണ്ടി വരും. അപ്പോൾ ആ വിങ് ബാക്കുകളായിട്ട് കളിക്കുമ്പോൾ അവർക്ക് ഇനഫ് ഡിഫെൻസീവ് പരിപാടികൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ആ 3-5-2 കളിക്കുമ്പോൾ അവർക്ക് ആ ഒരു നിലവിലത്തെ ആ ഒരു മിഡ്ഫീൽഡ് കോമ്പിനേഷൻ തന്നെ കളിപ്പിക്കാൻ പറ്റും. ആ മിഡ്ഫീൽഡിനെ ഡിസ്റപ്റ്റ് ചെയ്യാതെ തന്നെ മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. എന്നിട്ട് ഈ എക്കിത്തിക്കയും ഇസാക്കിനെയും കളിപ്പിക്കുക. ഇസാക്കിനും ലെഫ്റ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്, നമുക്ക് അറിയുന്നതാണ്. റൈറ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആൾ ഫ്ലോട്ട് ചെയ്ത് കളിക്കും, പിന്നെ ഡ്രോപ്പ് ചെയ്ത് മിഡ്ഫീൽഡിലേക്ക് വരും. എക്കിത്തിക്കയും ആ രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കുകയാണ്. ഒമർ മർമൂഷും എക്കിത്തിക്കയും ഒരുമിച്ച് ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് കളിപ്പിക്കാൻ പറ്റാത്ത കോമ്പിനേഷൻ ഒന്നുമല്ല. അത് കളിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അവരുടെ അംബീഷനാണ് കാഴ്ചവെക്കുന്നത്. എക്കിത്തിക്ക എന്തായാലും പുതിയ ലീഗിലേക്ക് വരികയാണ്. ക്വാളിറ്റി ഉള്ളൊരു പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്ലെയറാണ്. ഇപ്പോഴും എന്താണ് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടില്ല. ഇസാക്കിനെ പോലെ കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല. അപ്പോൾ ന്യൂകാസിലിനെ സംബന്ധിച്ചിടത്തോളം ഇസാക്കിനെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ എക്കിറ്റേക്ക് വന്നിട്ട് ഇസാക്കിൻ്റെ ആ റോൾ ഒറ്റയടിക്ക് അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ പറ്റുമെന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ബാക്കി നിൽക്കും. ഇസാക്കിൻ്റെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ 23 പ്രീമിയർ ലീഗ് ഗോളുകൾ ചെന്നൈ അടിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള പ്ലെയറാണ്. എക്കിറ്റേക്ക് ഇവിടെ വന്നിട്ട് ഇനി അദ്ദേഹം കളിച്ച് തുടങ്ങണം. അപ്പോൾ ന്യൂകാസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇസാക്ക് ഉള്ളപ്പോൾ എക്കിറ്റേക്കെ അവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറേ കൂടി എളുപ്പമായിരിക്കും. നേരെ മറിച്ച് എക്കിറ്റേക്കയിൽ തന്നെ എന്താണ് ആ ഒരു പിന്നെ ഭാരം കൊണ്ടിട്ട് കഴിഞ്ഞാൽ, ആ ഒരു ബേർഡൻ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ശരിയായി വരില്ല എന്നൊരു കാര്യമുണ്ട്. അവരെന്തായാലും ഇസാക്കിനെ പിടിച്ചെടുത്താൻ ശ്രമിക്കും. അപ്പോൾ ഇസാക്കിൻ്റെ ചുറ്റിലും ടീമിനെ ബിൽഡ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ ഇസാക്കിനെ അധിക നാൾ ന്യൂകാസിൽ യുണൈറ്റഡിൽ പിടിച്ച് നിർത്താൻ അവർക്ക് സാധിക്കുന്നത് ഞാൻ കരുതുന്നില്ല. അഥവാ ഇനിയിപ്പോൾ ഈ സീസണിൽ പോയിട്ടില്ലെങ്കിൽ അടുത്ത സീസണിൽ വേറെ ഏതെങ്കിലും ക്ലബ്ബുകൾ വന്നിട്ട് അദ്ദേഹത്തെ പൊക്കിക്കൊണ്ടുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. ഒരുപാട് മത്സരങ്ങൾ ഒരു സീസണിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല. പക്ഷേ കളിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫുട്ബോളറാണ്. അപ്പോൾ ഇവിടെ എന്താണ് മിഡ് വീക്കിൽ ന്യൂകാസിൽ യുണൈറ്റഡ് കളിയുണ്ട്. അപ്പോൾ എക്കിത്തേക്കെ പോലുള്ള ഒരു പ്ലെയറിനെ കൂടി അവർക്ക് സൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു വർക്ക് ലോഡ് അവർക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഓർക്കണം. പക്ഷേ ലിവർപൂളും ഒരു നമ്പർ 9 ആയിട്ട് മാർക്കറ്റിലുണ്ട്. ലിവർപൂളും എക്കിത്തേക്കെയും കൂടി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ബാറ്റിലാണ് ന്യൂകാസിൽ യുണൈറ്റഡും ലിവർപൂളും തമ്മിൽ നടക്കുന്നത്. എക്കിത്തേക്കെ, ഇസാക്ക്, ലിവർപൂൾ, ന്യൂകാസിൽ ബാറ്റിൽ അത് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ രസകരമായിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ആസ്നലിൻ്റെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ്, ആസ്നൽ മസ്കേറ എന്ന് പറയുന്ന ഡിഫൻഡറിനെ 21-കാരനെ വലൻസിയയിൽ നിന്നും സൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ബെർത്തയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പുതിയ സ്പോർട്ടിംഗ് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഡീലാണ്. കാരണം വെച്ചാൽ ഒരു അണ്ടർ 21 പ്ലെയർ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ലാലിഗയിൽ ഉണ്ടാകേണ്ട ഇനഫ് എക്സ്പീരിയൻസ് നേടിയിട്ടുള്ളൊരു പ്ലെയറാണ്. 70+ അപ്പിയറൻസുകൾ ലാലിഗയിൽ നടത്തിയിട്ടുള്ളൊരു ചങ്ങായിയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്ലെയറിനെ എന്താണ് വെറും 12 മില്യൺ പൗണ്ട് 13 മില്യൺ പൗണ്ടിൻ്റെ ഒരു ഡീൽ പ്ലസ് ആഡ് ഓൺസ് അടങ്ങുന്ന ഡീലാണ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇൻക്രെഡിബിൾ ബിസിനസ് തന്നെയാണ്. ആസ്നലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു ഡിഫൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുകയാണ്. ഓൾറെഡി ടൊമിയാസു ഒക്കെ അവിടുന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ കോൺട്രാക്റ്റൊക്കെ ടെർമിനേറ്റ് ചെയ്തുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചുള്ളൊരു സംഭവമാണ്. അതോടൊപ്പം തന്നെ മധുക്കേനെ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. മധുക്കയുടെ കാര്യം ആലോചിച്ച് നോക്കിയേ, ആ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിക്കാണ്ട ചങ്ങായി പോയി. അവിടെ ടീമിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ആ ഒരു കിരീടം ഉയർത്താമായിരുന്നു. ഇപ്പോൾ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പേരിൽ ആ ടൈറ്റിൽ ഉണ്ടായിരിക്കും, കാരണം അതിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഫൈനൽ കളിക്കാണ്ട് ആസ്നൽ ഡീൽ നടത്താനായിട്ട് പോയത് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തുകൂടെ, ആ ഒരു ഫൈനൽ കളിച്ചിട്ട് പോയിക്കൂടെ, അല്ലെങ്കിൽ ഫൈനലിൻ്റെ ഭാഗമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ട് പോയിക്കൂടെ. അത് ചെയ്തില്ല. ഓക്കെ, ആളുടെ അംബീഷൻ അതാണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. 52 മില്യൺ പൗണ്ടിൻ്റെ ഡീലാണ് ആസ്നലിലേക്ക് പോകുന്നത്. പക്ഷേ ഒരു സെക്ഷൻ ഓഫ് ആസ്നൽ ഫാൻസിന് ഈ ഒരു ഡീല് ഒട്ടും ഇഷ്ടപ്പെടില്ല എന്നുള്ളത് അവരുടെ ചെയ്തികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ട്വിറ്റർ നോക്കിക്കഴിഞ്ഞാൽ, മറ്റ് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, എന്തിന് ചെൽസിയിൽ നിന്ന് വീണ്ടും സൈൻ ചെയ്യുന്നതാണ് അവരുടെ മറ്റൊരു ചോദ്യം. കാരണം അത്ര നല്ല ട്രാക്ക് റെക്കോർഡ് ഇല്ല ആസ്നലിന് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിൽ 1-2 പേരൊക്കെ ഡീസൻ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കായ് ഹാവേർട്സിനൊക്കെ നമുക്ക് ആ രീതിയിലൊരു ഡീസൻറ്റ് ലെവലിൽ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ റഹീം ഖേനെയൊക്കെ കൊണ്ടുപോയത് എന്തിനാണെന്നുള്ളത് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അതേപോലെ തന്നെ മുമ്പ് വില്യൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു, പെറ്റർഷേക്ക് പോയിട്ടുണ്ടായിരുന്നു, ഡേവിഡ് ലൂയിസ് പോയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ എന്താണ് അവരുടെ ആ ഒരു സമയമൊക്കെ നല്ല സമയമൊക്കെ ചെൽസി കൊടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നത്. അതിനെ മറിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുള്ള പ്ലേയേഴ്സിനൊക്കെ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ചെൽസിയിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ചരിത്രമുള്ളത്. പിന്നെ ജോർജീനിയോ ഒക്കെ ഒരു ഡീസൻറ്റ് എന്ന രീതിയിലൊക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൈനിങ് ആണ്. പിന്നെ അതിൽ പഴയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, റീസെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ സംസാരിച്ച് പോയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ
അങ്ങനെ ഇരിക്കെ എന്തിന് മധൂക്കയ്ക്ക് ഇത്രയും പൈസ കൊടുത്തുകൊണ്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ചില സെക്ഷൻ ഓഫ് ഫാൻ ബേസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബുക്കായോ സാക്ക ആൾക്ക് റെസ്റ്റ് വേണ്ട സമയം വരും, അദ്ദേഹത്തിന് ഇഞ്ചുറി വരുന്ന സമയം വരും. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് അണ്ടർസ്റ്റഡി ആയിട്ടൊരു പ്ലെയർ വേണ്ടി വരും. ആ രീതിയിൽ റൈറ്റ് വിങ്ങിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് മധൂക്കെ. ലെഫ്റ്റ് വിങ്ങിലും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. അപ്പോൾ ഒരു വിങ് ഓപ്ഷനാണ്. അപ്പോൾ അതൊരു സ്ക്വാഡിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഇനി ഒരു സ്ക്വാഡ് പ്ലെയർ ആയിട്ട് ഇരിക്കാൻ ഓക്കെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര ഹാപ്പി ആകുമോ പുള്ളിക്കാരൻ എന്നുള്ളത് കണ്ടറിയുന്ന തരത്തിലുള്ള സംഭവമാണ്. പിന്നെ ആർസണൽ ഫാൻസ് ചോദിക്കുന്നത് വെച്ചാൽ, നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്താണ്, റോഡ്രിഗോയെ പോലെ ആ രീതിയിലുള്ളൊരു പ്ലെയറിനെ അല്ലേ എന്നുള്ളതാണ്. മധൂക്കെ അത്ര ഒരു മോശം സൈനിങ് ആകും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. ആളുടെ ഷോട്ട് ജനറേറ്റ് ചെയ്യുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിയാണ്, അതിന് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതായിട്ടുണ്ട്. പിന്നെ ഡിഫെൻസീവ് ആ ഒരു ട്രാക്ക് ബാക്കിംഗ് എബിലിറ്റി അത്ര ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ. പിന്നെ അതിങ്ങനെ മെല്ലെ മെല്ലെ ഇമ്പ്രൂവ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർസണൽ എന്തായാലും ആ പണി ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം ചെയ്യാൻ റെഡി ആണോ എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ്. പിന്നെ എന്താണ്, 7 പ്രീമിയർ ലീഗ് ഗോളുകളാണ് കഴിഞ്ഞ സീസണിൽ അടിച്ചത്. അതിൽ ഒരെണ്ണം വൂൾസിനെതിരെയുള്ള ഒരു ഹാട്രിക്കിലൂടെ വന്നിട്ടുള്ളതാണ്. സീസണിൻ്റെ തുടക്കത്തിലൊരു ഇമ്പ്രസീവ് കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ മെല്ലെ അങ്ങോട്ട് ഫെയ്ഡായിപ്പോയി. ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പറ്റുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ എന്താണ്, ഒരു സ്ക്വാഡ് പ്ലെയർ എന്ന രീതിയിൽ ഓക്കെ ആയിരിക്കും. ഒരു പക്ഷേ ചിലപ്പോൾ ഫ്ലറിഷ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. ചെൽസി സംബന്ധിച്ചോളം ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു പ്ലെയറിൽ. ഡെവലപ്പ് ചെയ്തിങ്ങനെ വരികയായിരുന്നു, അതിനിടയിലാണ് ചെൽസി വിറ്റ് കളഞ്ഞത്. ചെൽസി സംബന്ധിച്ചോളം എന്താണ്, അൺഹാപ്പിയാണ് ഒരു പ്ലെയർ എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ പിടിച്ചു നിർത്തുന്നതിൽ കാര്യമില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ചെൽസി കൊണ്ടുവന്നതിനേക്കാൾ ഓൾമോസ്റ്റ് ഒരു ഡബിൾ രീതിയിലാണ് ചെൽസി ഇപ്പോൾ വിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ എസ്താവിലിനൊക്കെ അങ്ങോട്ടേക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോക്കാം ഇത് ആ സംബന്ധിച്ചോളം നല്ലൊരു സൈനിങ് ആയിട്ട് മാറുമോ അല്ലയോ എന്നുള്ളത്. ഡീസൻറ്റ് സൈനിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഗ്യോക്കരഷ് ഡീൽ എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനലി അത് ഒരു തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഓൺസ്റ്റൈനൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ ആൻഡ്രിയ ബെർത്ത നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് പിന്നെ ആ ഡീൽ നടക്കാത്തത്, മധൂക്കയ്ക്ക് 52 മില്യൺ പൗണ്ട് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വിക്ടർ ഗ്യോക്കരേഷിന് എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിക്ടർ ഗ്യോക്കരേഷിനെ 54.8 മില്യൺ പൗണ്ട്സ് പ്ലസ് 8 മില്യൺ പൗണ്ട്സിൻ്റെ ആഡ് ഓൺസിലാണ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു 62-63 മില്യൺ പൗണ്ട്സിൻ്റെ ടോട്ടൽ പാക്കേജിലാണ് അവർ സൈൻ ചെയ്യാൻ പോകുന്നത്. 70 മില്യൺ പ്ലസ് ഒക്കെ ആയിരുന്നല്ലോ സ്പോർട്ടിംഗ് ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ രീതിയിൽ അവർ നെഗോഷിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ബെർത്ത നല്ല രീതിയിലൊരു പണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഗ്യോക്കരേഷ് വരും. ശനിയാഴ്ച സിംഗപ്പൂരിലേക്ക് പോവുകയാണ് പ്രീ സീസണായിട്ട്. അതിന് മുമ്പ് ടീമിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് ആർസണൽ ശ്രമിക്കുന്നത്. ഫൈനലി അവർക്ക് ആ ഒരു നമ്പർ 9 കൂടി സൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവർ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൈനിങ്ങൾ നടത്തുകയാണ്, ആവശ്യമുള്ള രീതിയിൽ സൈനിങ്ങൾ നടത്തുകയാണ്. ആർട്ടറ്റയെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻറ്റ് സീസണാണ് വരാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ്. ഇനി എക്സ്ക്യൂസുകളില്ല, ഡെലിവറി ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ സീസൺ ആർട്ടറ്റയുടെ പ്രൊജക്റ്റിലെ എത്രാമത്തെ ഫേസ് ആണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു ഫേസിൽ എന്തായാലും ഈ ഒരു സീസണിൽ ട്രോഫി ഡെലിവറി ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്രൊജക്റ്റിന് മാറ്റം കൊണ്ടുവരേണ്ടി വരും, പ്രൊജക്റ്റിനെ നയിക്കുന്ന ആളിൽ മാറ്റം കൊണ്ടുവരേണ്ടി വരും. സംശയമില്ലാത്തൊരു കാര്യമാണ്. അത് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഡെലിവറി ചെയ്യണം, ഇനി ഡെലിവറി ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ മൊസ്കേരയെ സൈൻ ചെയ്യുന്നു, സുബിമെൻഡിയെ സൈൻ ചെയ്യുന്നു, തോമസ് പാർട്ടി അവിടെ നിന്ന് പോയിട്ടുണ്ട്, മധൂക്കേനെ സൈൻ ചെയ്യുന്നു വിങ്ങിൽ, സ്ട്രൈക്കറായിട്ട് ഗ്യോക്കരേഷിനെ സൈൻ ചെയ്യുന്നു. പിന്നെ ഓൾറെഡി അവിടെ കായ് ഹാവേർട്സ് ഉണ്ട്. ജെസൂസിൻ്റെ കാര്യം എന്താവുന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഓക്കെ, ഡെലിവറി ചെയ്തേ പറ്റുള്ളൂ ഇനി, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊരു സംഭവം, നമ്മുടെ ഡെക്കോയുടെ താല്പര്യം എന്തായി ലൂയിസ് ഡിയാസിൽ ഒരു പിടിയും കിട്ടുന്നില്ല. അതോ ഇനിയിപ്പോൾ ബാഴ്സലോണ ടാർഗറ്റ് ചെയ്യുന്നത് റാഷ്ഫോർഡിനെ ആണോ? അപ്പോൾ ലിവർപൂൾ എന്തായാലും ഈ തരത്തിലൊരു ബിഡ് റിജക്റ്റ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ എന്തായാലും നല്ല തുക കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വിൽക്കുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. ബാഴ്സലോണ ആ തുക കൊടുത്തുകൊണ്ട് ലൂയിസ് ഡിയാസിനെ സൈൻ ചെയ്യുമോ? എന്തായാലും അതൊന്നും കേൾക്കുന്നില്ല. സോഫാർ ബിഡിനെ കുറിച്ചൊന്നും വാർത്തയൊന്നും കേൾക്കുന്നില്ല. ഡെക്കോക്ക് ഭയങ്കര താല്പര്യമുണ്ട് എന്നുള്ളതൊക്കെയാണ് ഫാബ്രിസ് റൊമാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ലൂയിസ് ഡിയാസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആൾ കഴിഞ്ഞ ദിവസത്തിൽ നല്ല രീതിയിൽ വാല്യൂ ആഡ് ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ് അല്ലേ. വേഴ്സറ്റൈൽ ആയിട്ടുള്ള പൊസിഷനിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു ഇൻക്രെഡിബിൾ സ്റ്റാർട്ട് കൂടി ഉണ്ടായിരുന്നു. പ്രീമിയർ ലീഗിൽ ആകെ ലിവർപൂളിന് മാത്രമേ ഈ ഒരു സ്റ്റാറ്റ് അവകാശപ്പെടാനുണ്ടായിരുന്നുള്ളൂ. അതായത് മൾട്ടിപ്പിൾ പ്ലെയേഴ്സ് 50+ ടേക്ക് ഓണുകൾ, 50+ ചാൻസസ് ക്രിയേറ്റഡ്, 10+ ഗോളുകൾ പ്രീമിയർ ലീഗിൽ അടിച്ചുള്ളത് ആകെ ലിവർപൂളിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. മുഹമ്മദ് സലയും പിന്നെ ലൂയിസ് ഡിയാസും. സല ഒരു ജീനിയസാണ് നമുക്ക് എല്ലാവർക്കും വരുന്നത്. അപ്പോൾ അടുത്ത സീസണിൽ ഇനിയിപ്പോൾ ഇസാക്കിനെ കൂടി അവർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് സാധനമായിരിക്കും. ഓൾറെഡി ഇപ്പോൾ ഫ്ലോറിയൻ വേർഡ് സൈനിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൈനിങ് ആണ്.
ഫോറിൻ വേർഡ്സിനോടൊപ്പം മുഹമ്മദ് സലയും ഇസാക്കും ഒക്കെ ഒരു ടീമിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചീറ്റ് കോഡായിരിക്കും. ലിവർപൂൾ ഫാൻസിന് ഡ്രീം ചെയ്യാൻ പറ്റും, പക്ഷേ ന്യൂകാസിൽ യുണൈറ്റഡ് അത് വിട്ടുകൊടുക്കാൻ അത്ര എളുപ്പത്തിൽ തയ്യാറാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട, FSGക്ക് ഉമ്മ കൊടുക്കേണ്ടി വരും, ഉറപ്പല്ലേ? ഗുഡ് ബൈ.